ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട ദേവസ്വം ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിലും വിവാദം. ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ചതിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ല എന്നാണ് പരാതി. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കൊടിമരം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ 3 മാസം കഴിയുമ്പോൾ കൊടിമരം കറുത്തു കഴിഞ്ഞപ്പോൾ അത് ദേവസ്വം ബോർഡിനും ബന്ധപ്പെട്ട വകുപ്പുകളിലും പരാതി കൊടുത്തായിരുന്നു. പരാതി കൊടുത്ത് അവർ അതിനെ ഒട്ട് വലിയ ക്ലാരിറ്റി കാണിച്ചില്ല. അപ്പം തന്നെ ഞാൻ പിന്നെ ഓംബുഡ്സ്മാന് പരാതി കൊടുത്തു. അദ്ദേഹം വന്ന് പരിശോധിച്ച് ഇത് ബ്ലാക്ക് നിറം ഉണ്ടെന്നുള്ള രീതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. കോടതിയാണ് അത് പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. അദ്ദേഹത്തിനെ നിയോഗിച്ച് അദ്ദേഹം 2 വട്ടം പരിശോധിച്ച് ഇത് കറുത്തു പോയായിരുന്നു. കൊല്ലം ശാസ്താംകോട്ട ദേവസ്വം ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ചതിൽ 10 വർഷമായിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയിരുന്നു. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസം കൊണ്ട് കറുത്തു പോവുകയായിരുന്നു. അത് കറുത്ത് കിടക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വർണം കറക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. കറക്കുമോ എന്ന് വെച്ചാൽ കറുത്താണ് ഇത് കിടക്കുന്നത്. ഇനി അതെങ്ങനെ കറുത്തു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടതായ ചോദ്യം. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ല എന്ന് ദേവസ്വം ഉപദേശക സമിതി പറയുന്നു. ഈ സ്വർണം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കഴിഞ്ഞ പ്രസിഡന്റ് അനന്തകുമാർ സാർ ഇരുന്ന സമയത്ത് ഇത് ഓർഡർ ഇട്ടായിരുന്നു. അതായത് ഇതിൻ്റെ നിജസ്ഥിതി ഭക്തജനങ്ങൾക്ക് അറിയിക്കണമെന്നുള്ളത്. പക്ഷേ അന്ന് ആ ഓർഡർ അവിടെ ഇരിക്കുന്നതല്ലാതെ ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആ ഒരു വിഷയം ഇപ്പോഴും ഇത് എടുത്തിട്ടില്ല. സ്വർണം പൂശിയ 19 എണ്ണത്തിൽ 14 നമ്പർ ഒഴികെ ബാക്കി എല്ലാ പാളികളും കറുത്തതായും അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു സാക്ഷ്യപ്പെടുത്തുന്ന റിപ്പോർട്ടും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവുണ്ടെന്നും പരാതിയുണ്ട്. 10 വർഷമായി സ്വർണം പൂശിയ പാളികൾ ദേവസ്വം ബോർഡിന്റെ ഗോഡൌണിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.